പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച നമ്മുടെ ഒരു തഴക്കദോഷം, അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ മേഖല, കുറ്റം പറയുന്ന പ്രവണത, അല്ലെങ്കിൽ മറുതലിക്കുന്ന പ്രവണത, അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യ മനോഭാവം, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന, പെട്ടെന്ന് അങ്ങോട്ട് ശരീരം തളർന്നു പോകും, അല്ലെങ്കിൽ ചില അശുദ്ധി കാണാനുള്ള ആഗ്രഹം, ചില ബന്ധങ്ങൾ, ചില ഫോൺ വിളി. അപ്പം അങ്ങനെ നമ്മുടെ ഏതൊക്കെ തഴക്കദോഷത്തിൻ്റെ മേഖല, അത് ഈ തഴക്കദോഷം ശരിക്കും തിന്മ നമ്മളെ ശരിക്കും പിടിച്ച് താത്തിരുന്നൊരു മേഖലയാണ്. നമുക്ക് ഒരു സ്ട്രഗിളുണ്ട്. ഒരു മദ്യപാനി ആ ദുശീലത്തിൽ നിന്ന് ഭയങ്കരമായൊരു സ്ട്രഗിൾ എടുത്താൽ മാത്രമാണ് അതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് ഓരോ തഴക്കദോഷത്തിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ ശരിക്കും സ്ട്രഗിൾ എടുത്ത് പ്രാർത്ഥിച്ചാൽ തന്നെയാണ് നമുക്ക് അതിന് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പുണ്യം പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഇത് അലസമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, മൊബൈൽ ഇതിലേക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സമയം അലസമായിട്ട് ചിലവഴിക്കുന്നതാണ് അതിൻ്റെ മൂലപാപത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സമയം. അപ്പോൾ ആ അലസതയെ നമ്മൾ ശരിക്കും ടൈം ടേബിളൊക്കെ വെച്ച് ക്രമീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ്. ഇതെല്ലാവർക്കും ഉണ്ട് പ്രിയ സഹോദരങ്ങൾ. ആത്മീയ ജീവിതം നയിക്കുന്ന സകല മനുഷ്യർക്കും ഈ ഒരു പ്രലോഭനം, അത് അഹങ്കാരത്തിൻ്റെയും അലസതയുടെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും എല്ലാ പ്രലോഭനങ്ങളും എല്ലാ മനുഷ്യർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതം, അവരുടെ ആത്മകഥയൊക്കെ നിങ്ങൾ വായിക്കാൻ പറ്റുവാണെങ്കിൽ അത് നമുക്കുണ്ടായിരുന്ന എല്ലാ പ്രലോഭനങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ വിശുദ്ധാത്മാക്കൾക്കൊക്കെ ഉണ്ട്. അതിനേക്കാൾ നമ്മളെക്കാളൊക്കെ വളരെ ഗൗരവമായ വിധത്തിൽ പക്ഷെ അവരതിനെ അതിജീവിക്കാൻ പറ്റി. അപ്പം നമ്മളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പറ്റില്ല, കാരണം നമ്മൾ കൃപയിലല്ല. അതുകൊണ്ടാണ് നമുക്കിത് പറ്റില്ല, വിശുദ്ധി എനിക്ക് പറ്റില്ല എന്ന് നമ്മളോട് തന്നെ പിശാചാണ് പറയണത്. ശരിക്കും ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം വരുമ്പോൾ നമുക്ക് പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റും, കൃപയിൽ ആഴപ്പെടാൻ പറ്റും. അലസമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ദൈവം സമ്മതിക്കില്ല. അതിന് നമുക്കതിന് ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലേവ്യരുടെ പുസ്തകം 22-29. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: കൃതജ്ഞതാ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അത് അർപ്പിക്കാൻ. കൃതജ്ഞതാ ബലി നമ്മൾ നോക്കും സഹോദരങ്ങളെ, അത് പഴയ നിയമ പശ്ചാത്തലത്തിലാണെങ്കിൽ നമ്മൾ ബലിയർപ്പണം നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഓരോ ദിവസത്തെ പ്രഭാതത്തിലെ ബലിയർപ്പണം, ഞാൻ ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ യേശു ഈ ബലി സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ എത്ര പേര് ബലിയർപ്പിക്കുന്നുണ്ട്? ഞാൻ തന്നെ എത്ര ദിവസങ്ങളിൽ, ഞാൻ ഒരു മാസത്തിൽ എല്ലാ ദിവസവും ഞാൻ ബലിയർപ്പിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ശരിക്കും എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ആത്മശോധന ചെയ്ത് എത്ര തവണ ഈ ബലി ഈശോയെ നീ സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ ബലിയർപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വെരി ഗുഡ്. അങ്ങനെയാണ് വചനം. ബലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകത്തക്ക ഒരു കുർബാന ഞാൻ അർപ്പിക്കുകയാണെങ്കിൽ ആ ബലി ഈശോ സ്വീകരിക്കത്തക്ക വിധത്തിൽ അർപ്പിക്കുമ്പോഴാണ് അത് കൃപയായിട്ട് മാറുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ആശീർവാദ വേളയിൽ, ഇന്ന് വെള്ളിയാഴ്ചയുള്ള ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ ഫാസ്റ്റിംഗ് ഈ നിയോഗാർത്ഥം, അതായത് നാളത്തെ ശനിയാഴ്ചയിലെ ബലി ഈശോ സ്വീകരിക്കത്തക്ക വിധത്തിൽ അർപ്പിക്കാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാളെ അച്ഛൻ കുണ്ടൂകാട് ഇടവക, അതായത് ഞാൻ ആദ്യമായിട്ട് വികാരിയാവുന്നത് കുണ്ടൂകാട് പുല്ലങ്കണ്ടം ഇടവകയിലാണ് ആദ്യം ഒരു വികാരിയാവുന്നത്. അപ്പോൾ അവിടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നാളെ കുർബാനയ്ക്ക് നാളെ പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രത്യേകിച്ച് കുണ്ടുകാട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അന്ന് ഒന്നും അറിയുന്നില്ല, എന്നാലും ഞാനൊക്കെയായിട്ട് എത്രയോ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു അവസ്ഥ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ കുണ്ടുകാട് ഇടവക്കാർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. വടക്കാഞ്ചേരി അടുത്തുള്ളൊരു സ്ഥലമാണ് കുണ്ടുകാട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.